സംസ്ഥാനത്ത് പേവിഷബാധയേറ്റുള്ള മരണങ്ങൾ വർദ്ധിക്കുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. ഒരു മാസത്തിനിടെ 3 കുട്ടികൾക്കാണ് വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ സ്ഥിരീകരിച്ചത്. 3 കുട്ടികളും മരിക്കുകയും ചെയ്തു. 5 വർഷത്തിനിടെ വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയേറ്റ് 21 പേർ മരിച്ചെന്നാണ് കണക്കുകൾ. വാക്സിൻ കൈകാര്യം ചെയ്യുന്നതിലെ വീഴ്ച, കുത്തിവയ്പിലെ അപാകം, പ്രാഥമിക ശുശ്രൂഷയിലെ പോരായ്മ എന്നിവയെല്ലാം പേവിഷബാധയ്ക്ക് കാരണമാകുന്നുണ്ട്. വാക്സിൻ 100% ഗുണമേന്മയുള്ളതാണെന്ന് ആരോഗ്യവകുപ്പ് വിശദീകരിച്ചിരുന്നു. ഓരോ ബാച്ച് വാക്സിന്റെയും ഗുണഫലം സെൻട്രൽ ലാബ് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് വിതരണം ചെയ്യുന്നത് എന്നും അവർ അറിയിച്ചിരുന്നു. ഏകദേശം 20,000 റാബിസ് മരണങ്ങളാണ് ഇന്ത്യയിൽ ഒരു വർഷം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇത് ലോകത്താകമാനമുള്ള റാബിസ് മരണങ്ങളുടെ 36% വരും. ലോകത്തിലെ ഏറ്റവും മാരകമായ രോഗങ്ങളിൽ ഒന്നാണ് പേവിഷബാധ. കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഇപ്പോഴും തെരുവു നായ്ക്കളുടെ ശല്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് തന്നെ പേവിഷബാധയുടെ ഭയവും എല്ലാ ജനങ്ങൾക്കും വന്നു തുടങ്ങിയിരിക്കുന്നു. ഇപ്പോഴിതാ തെരുവുനായ ശല്യത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് മന്ത്രി MP രാജേഷ്. നിലവിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ പലതവണ പറഞ്ഞു കഴിഞ്ഞതാണ്. ചെയ്യാൻ പറ്റുന്ന കാര്യം തെരുവു നായ്ക്കളുടെ വന്ധ്യംകരണം മാത്രമാണ്. ABC ചട്ടങ്ങൾ അനുസരിച്ച് കേന്ദ്ര സർക്കാരിനോട് ABC ചട്ടങ്ങളിൽ ഇളവ് വരുത്തണം എന്ന് നമ്മൾ പല തവണയായി ആവശ്യപ്പെട്ടതാണ്. ഇളവ് വരുത്തിയില്ല എന്ന് മാത്രമല്ല, അത് കൂടുതൽ കർക്കശമാക്കുകയാണ് ചെയ്തത്. വന്ധ്യംകരണം തന്നെ അപ്രായോഗികമാക്കുന്ന തരത്തിലുള്ള വ്യവസ്ഥകളാണ്. എന്തുകൊണ്ടാണ് ആ ABC ചട്ടങ്ങൾക്കെതിരായിട്ട് നിങ്ങളാരും ഒന്നും പറയാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ആ വ്യവസ്ഥകൾ വായിച്ചു നോക്കി എല്ലാവർക്കും അറിയാം. നിങ്ങൾ വായിക്കാതിരിക്കാൻ വഴിയില്ല. അപ്പം അത് യഥാർത്ഥത്തിൽ തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, ഇതിന് തടസ്സമായിട്ടുള്ളതാണ് ഈ ABC ചട്ടങ്ങൾ. കേന്ദ്ര ഗവൺമെന്റിന്റെ ABC ചട്ടങ്ങളാണ് ഇന്ന് വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നത്. അത് ഇളവ് വരുത്തിയേ പറ്റൂ. എങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ വേഗത്തിൽ വന്ധ്യംകരണം നടക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒരു തടസ്സം ഇത്തരം ABC കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനെതിരായിട്ടുള്ള പ്രാദേശികമായിട്ട് ജനങ്ങൾ ഉയർത്തുന്ന എതിർപ്പാണ്. പട്ടിയെ എല്ലാവർക്കും നിയന്ത്രിക്കണം. അതിനുള്ള മാർഗം എന്താ? നിയമപ്രകാരം ABC കേന്ദ്രം ആരംഭിക്കുക. അത് പക്ഷേ എവിടെയും പറ്റില്ല. ഈ നിലപാടാണ് ഉണ്ടാവുന്നത്. 2019 അവസാനമായിട്ട് ഈ സെൻസസ് നടത്തിയത്. ഒരുപാട് മരണങ്ങളും സംഭവിക്കുന്നുണ്ട്. ഇതെല്ലാം തെരുവു നായ്ക്കൾ ആക്രമിച്ചിട്ടുള്ള മരണങ്ങളാണോ കടിയേൽക്കുന്നതാണോ എന്നതൊന്നും വ്യക്തമാവുന്നില്ല. നായ്ക്കൾ കടിച്ചിട്ടാണ് പലർക്കും. തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കണമെന്ന കാര്യം സംശയമില്ല. അതിന്റെ എണ്ണം കൃത്യമായിട്ട് എടുക്കുന്നതുകൊണ്ട് മാത്രമായില്ലല്ലോ. പ്രധാനപ്പെട്ട കാര്യം നിയന്ത്രിക്കാനുള്ള സംവിധാനം ഒരുക്കുക എന്നതാണ്. അത് ഇപ്പോഴത്തെ ചട്ടപ്രകാരം, ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിന്റെ ആനിമൽ ബർത്ത് കൺട്രോൾ ചട്ടങ്ങൾ പ്രകാരം വന്ധ്യംകരണം മാത്രമാണ്. ആ ചട്ടങ്ങളിൽ ഇളവ് വരുത്തിയാൽ വന്ധ്യംകരണം നമുക്ക് കൂടുതൽ വേഗത്തിൽ നടത്താൻ പറ്റും. എണ്ണം എടുത്താലല്ലേ കൃത്യമായിട്ട് അത് തീർച്ചയായിട്ടും. പക്ഷെ എണ്ണം എടുത്തുകൊണ്ട് മാത്രമായോ? ഇത് നടത്തണമെങ്കിൽ ചട്ടം ഇളവ് വരുത്തണ്ടേ? ചട്ടങ്ങളിൽ ഇളവ് വരുത്തണ്ടേ? അത് തീർച്ചയായിട്ടും മൃഗസംരക്ഷണ വകുപ്പ് കാര്യത്തിലുള്ള നടപടി സ്വീകരിക്കും. ാണല്ലോ ഇപ്പൊ കണ്ണൂരിൽ ആരംഭിച്ചിട്ടുണ്ടല്ലോ ABC കേന്ദ്രം. ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ചിട്ടുണ്ട് അല്ലേ? നല്ല വലിയ ABC കേന്ദ്രം ജില്ലാ പഞ്ചായത്താണ് ആരംഭിച്ചിട്ടുള്ളത്. നാട്ടുകാരുടെ എതിർപ്പാണ്. ഇവിടെ പറ്റില്ല എന്നാണ് പറയുന്നത്. വേറെ പ്രശ്നമൊന്നുമല്ല. നിങ്ങളത് അറിയുന്നില്ലേ? അല്ല, നിങ്ങളെല്ലാം അറിയില്ലേ? ഞാൻ നോക്കൂ, എവിടെ കൊണ്ടുപോയി സ്ഥാപിക്കും? ഇവിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിൽക്കണ്ടെന്ന് ചോദിച്ചു നോക്കൂ. നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയി സ്ഥാപിക്കാൻ തുടങ്ങി ഇവിടെ പറ്റില്ല എന്നതാണ്. കേന്ദ്രം വേണം, പക്ഷെ ഇവിടെ പറ്റില്ല. എല്ലാ സ്ഥലത്തും ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ആ എതിർപ്പുകളെയൊക്കെ നേരിട്ട് നമ്മൾ ആരംഭിച്ചതാണ് ഇത്രയും സ്ഥാപനങ്ങൾ. ഇപ്പൊ കേരളത്തിൽ എതിർപ്പില്ലെങ്കിൽ കൂടുതൽ സ്ഥാപനം ആരംഭിക്കാം. പൈസയ്ക്ക് തടസ്സമില്ല. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്. നായകളുടെ എണ്ണം എടുക്കുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്.